പത്തനംതിട്ട പന്തളം നഗരസഭയിൽ BJP കൗൺസിലർമാർക്ക് നേരെ LDF UDF കൗൺസിലർമാരുടെ അതിക്രമം. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സീനയെ LDF UDF കൗൺസിലർമാർ മർദ്ദിച്ചു. പരിക്കേറ്റ BJP കൗൺസിലർ സീനയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മിഥുൻ മുരളി ചേരുന്നുണ്ട് വിവരങ്ങളുമായി. മിഥുൻ, കൗൺസിലർ എന്നതിലുപരി ഒരു സ്ത്രീക്ക് നേരെയാണ് ഇത്തരത്തിലൊരു അതിക്രമം നടന്നിരിക്കുന്നത്. ഈ വിഷയത്തിൽ പോലീസിൽ പരാതി ലഭിച്ചിട്ടുണ്ടോ? എന്തെങ്കിലും തരത്തിലുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടോ? ദേവിക, ഇന്ന് പന്തളം നഗരസഭ യോഗം ചേരുന്നതിനിടയിലാണ്, കൗൺസിൽ യോഗം ചേരുന്നതിലാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടായത്. BJP ഭരിക്കുന്ന പന്തളം നഗരസഭയിലെ പന്തളത്തെ ഒരു പൊതു ശ്മശാനവുമായി ബന്ധപ്പെട്ടുള്ള DPR സമർപ്പിക്കുന്നതിനിടയിൽ LDF UDF കൗൺസിലർമാർ ഇതിനെതിരെ രംഗത്ത് വരികയും ചർച്ച രൂപപ്പെടുകയും വലിയ പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ പോവുകയും ഒക്കെ ചെയ്യുകയായിരുന്നു. പിന്നീട് ഈ കൗൺസിൽ യോഗം നടത്താൻ LDF UDF കൗൺസിലർമാർ സമ്മതിക്കാതെ നടുത്തളത്തിൽ ഇറങ്ങി ബഹളം വെക്കുകയും പിന്നീട് കൗൺസിൽ യോഗം നിർത്തിവെക്കുകയും ചെയ്തു. പുറത്തിറങ്ങിയതിനു ശേഷമാണ് BJP കൗൺസിലർമാർക്ക് നേരെ LDF UDF കൗൺസിലർമാരുടെ അതിക്രമം ഉണ്ടായത്. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സീനയെ ഈ നഗരസഭാ കൗൺസിൽ യോഗം നടക്കുന്ന ഹാളിന് പുറത്ത് വെച്ച് മർദ്ദിച്ചു എന്നുള്ളതാണ് പരാതി. LDF UDF കൗൺസിലർമാർ ചേർന്നാണ് മർദ്ദനം നടത്തിയത്. മാത്രമല്ല, ഈ LDFന്റെയും UDFന്റെയും കൗൺസിലർമാരിൽ നിന്നും പുരുഷ കൗൺസിലർമാരിൽ നിന്നും സ്ത്രീത്വത്തെ അഭിമാനിക്കുന്ന തരത്തിലുള്ള പരാമർശങ്ങൾ ഉണ്ടായി എന്നും BJP ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇക്കാര്യത്തിൽ പ്രതിഷേധ സൂചകമായി BJP കൗൺസിലർമാർ പന്തളം നഗരത്തിൽ ഇന്ന് പ്രതിഷേധ പ്രകടനവും നടത്തി. ഈ പരിക്കേറ്റ സീനയെ പന്തളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു. ഇന്ന് വൈകിട്ടും BJPയുടെ നേതൃത്വത്തിൽ ഈ സംഭവത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് പന്തളം നഗരത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തും. ശരി മിഥുൻ.